6-7 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഹൈക്കിങ്ങിനാണ് ഞങ്ങളീ പോകുന്നത്. കുട്ടികളോടൊപ്പമുള്ള ഒരു ഫാമിലി ഹൈക്കിംഗ് ഇതെങ്ങനെയാകുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. നമ്മളെ കൊണ്ടിത് പറ്റുമോ, വളരെ ദുഷ്കരമാവുമോ, ആർക്കെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ട് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരാശങ്കയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗൈഡ് ചേട്ടൻ ഒരു ഒന്നൊന്നര ആളാണല്ലോ. അദ്ദേഹമാണ് പറഞ്ഞത്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇതൊക്കെ വളരെ ഈസിയാണ്, നമുക്കിതൊക്കെ ചെയ്യാമെന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലെ പാറോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞങ്ങൾ ഹൈക്കിംഗ് ചെയ്യാൻ പോകുന്ന സ്ഥലം പാറോയിലെ ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. സമയം ഏതാണ്ട് 6 മണി ആകുന്നേ ഉള്ളൂ. ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇത്രയും നേരത്തോടെ തന്നെ ഇറങ്ങുന്നത്. കുറച്ചധികം ഗുണങ്ങളുണ്ട് ഇത്രയും നേരത്തോടെ ഇറങ്ങുന്നത് കൊണ്ട്. ഒന്നാമത്, അധികം ആളുകൾ ഈ സമയത്ത് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, വലിയ സൂര്യപ്രകാശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കും ടയേർഡ് ആവുന്നതും കുറയും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്തെടുത്തു. ഞങ്ങളുടെ ഹോട്ടലിലുള്ള ആളുകൾ അത് ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നു. പോകുന്ന വഴിക്കും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണുള്ളത്. ഞങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്, അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഏകദേശം സീ ലെവലിൽ നിന്നും 7220 അടി ഉയരെയാണ്. ഞങ്ങൾക്ക് കയറാനുള്ളത് സീ ലെവലിൽ നിന്നും ഏകദേശം 10240 അടി വരെ ഉയരത്തിലേക്കാണ് കയറാനുള്ളത്. 6-7 മണിക്കൂർ ഇതിനു വേണ്ടി എടുക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പാറോയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരമില്ല ഈ ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്, അതായത് വാലിയിലേക്ക്. ഏകദേശം 20 മിനിറ്റിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ദൂരമേ അവിടെ വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഒട്ടും തിരക്കില്ലായൊന്നുമില്ല, കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 1000 രൂപയാണ് അവർ ഈടാക്കുന്നത്. അങ്ങനെ 3 പേർക്ക് 3000 രൂപ. ചെറിയ കുട്ടികൾക്ക് എൻട്രി ഫീ ഇല്ല, അതുകൊണ്ട് ധ്യാൻ ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ കയറാൻ തുടങ്ങി. ഞങ്ങൾ നടന്നു തുടങ്ങുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ അവിടെ ഒരു പ്രെയർ വീൽ ഉണ്ടായിരുന്നു. അത് വെള്ളം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടായത്. ഈ സമയത്ത് നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കുതിരകളെ അവിടെ കണ്ടു. ഈ കുതിരയുടെ പുറത്ത് കയറി ടൈഗേഴ്സ് നെസ്റ്റ് വരെ എത്താനുള്ള സൗകര്യവും ഉണ്ട്. പക്ഷേ അറ്റം വരെ എത്താൻ നമുക്ക് പറ്റില്ല. ഒരു നിശ്ചിത വഴി വരെ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഞങ്ങൾ താഴെ നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എത്താനുള്ള സ്ഥലത്തിൻ്റെ വ്യൂ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിരുന്നു. പക്ഷേ ഇത്രയും മേലേക്ക് എങ്ങനെ കയറുമെന്നുള്ളതിനെ പറ്റിയിട്ട് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പറ്റുമോ, വീഴുവോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ വളരെയധികം ത്രില്ലിലാണ്. ഈ കൈ ചൂണ്ടി നിൽക്കുന്ന മലയുടെ മേലേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. ആദ്യം ഞങ്ങൾ നടന്നു നീങ്ങിയത് വളരെ സമതലമായിട്ടുള്ള സർഫസിൽ കൂടിയാണ്. അവിടെ കുറച്ച് പാറകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. എന്നാലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നടക്കാനായിട്ട്. ഇത്തരം സ്ഥലങ്ങളിൽ കൂടെ വരുമ്പോഴേ നല്ല ഷൂ ഇട്ടിട്ട് വരിക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് ദൂരം നടക്കുന്നുണ്ട്, കയറ്റങ്ങൾ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഷൂ അല്ല ഇട്ടിരിക്കുന്നത് എങ്കിൽ വളരെയധികം കാലിന് വേദനയും ബുദ്ധിമുട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ധ്യാനിന് നല്ല മടിയുണ്ട് പോവാനായിട്ട്. നമ്മളുടെ ഗൈഡ് ചേട്ടൻ ഓരോന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് നടത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ പ്രെയർ വീലും കണ്ടു. ഈ പ്രെയർ വീല് കാണുക എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം വരുമ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ അത് വളരെ സൂതിങ് ആയിട്ടുള്ളൊരു ശബ്ദമാണത്. നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്ന് നീങ്ങി. ഇപ്പോൾ സമതലമായിട്ടുള്ള സ്ഥലം മാറി ചെറിയൊരു അരുവിയും കയറ്റവും ഒക്കെ ആവാൻ തുടങ്ങി. ധ്യാനിന് ഇപ്പോഴും നല്ല മടിയാണ് നടക്കാനായിട്ട്. പക്ഷെ നമ്മുടെ ഗൈഡ് ചേട്ടൻ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. കണ്ടോ, ഈ കാണുന്ന പക്ഷികളെയൊക്കെ കാണിച്ചുകൊണ്ട് അവനെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നടന്നു കയറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂട്ടർ അവിടെ കുതിരപ്പുറത്ത് വരുന്നത് കണ്ടത്. ഇവിടെ വരുന്ന ആളുടെ ഗൈഡുണ്ട്, കുതിരയുടെ ഗൈഡും കൂടെയുണ്ട്. നമ്മളുടെ ഗൈഡ് ചേട്ടൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, കുതിര വരുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കാനൊന്നും പാടില്ല. ഏത് ഭാഗത്താണോ വാൾ പോലെയുള്ളത് അതിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത്. അങ്ങനെ കുതിര വരുന്നത് നോക്കി ഞങ്ങൾ നിന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവിടെ കൂടെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന
കുട താഴത്തേക്ക് വീണു. പക്ഷേ അവരിതിലൊക്കെ ഭയങ്കര എക്സ്പേർട്സാണ്. അങ്ങനെ അവർ ആ കുട തന്നെ പോയി എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പല കാഴ്ചകളും കണ്ട് ഞങ്ങൾ നടന്ന് നീങ്ങി. ധ്യാനിപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് നടക്കാനായിട്ട്. അവൻ്റെ സ്റ്റാർട്ടിങ് ട്രബിളും ഉറക്കച്ചടവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി എല്ലാ കാഴ്ചകളും കാണാനുള്ള ഉഷാറിലാണ്. ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ആൾ. ഈ ട്രെക്കിങ്ങും ഹൈക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറഞ്ഞു തന്നത് നമ്മളുടെ ഗൈഡ് ചേട്ടനാണ്. ആൾ രണ്ടിലും എക്സ്പേർട്ടാണ്. ഈ ട്രെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഹോൾട്ട് എടുത്ത് അങ്ങനെ പോയി ഓരോ സ്ഥലങ്ങൾ കാണുന്നതിനെയാണ് നമ്മൾ ട്രെക്കിംഗ് എന്ന് പറയുക. പക്ഷേ നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരിക, അല്ലെങ്കിൽ താമസിച്ചിടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെ നമ്മൾ ഹൈക്കിംഗ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാച്ചിൽ നമുക്ക് കാണിച്ചു തരികയാണ് എത്ര മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ ഉയരത്തിലാണ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ടു. മേലേക്ക് നോക്കിയപ്പോൾ ഒരു ഹെലികോപ്റ്റർ പോകുന്നതായിട്ട് കണ്ടു. ഇതേതോ പ്രൈവറ്റ് സർവീസ് ആണെന്നാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിവിടെ പലതരത്തിലുള്ള പക്ഷികളെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണ്. നേരത്തെ പറഞ്ഞുല്ലോ, ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നടക്കും തോറും ചൂട് കൂടുന്നതായിട്ട് നമുക്ക് തോന്നി. ഒരുപാട് ലെയേഴ്സ് ഓഫ് ഡ്രസ്സസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് സ്വെറ്റ് ആവുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ ആ ലെയേഴ്സൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വീക്കായിട്ട് നമ്മൾ നടക്കുന്നത്. പക്ഷേ നമ്മൾ ഫുൾ സെറ്റപ്പാണ്, ഫുഡൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഏത് നേരത്ത് വേണമെങ്കിലും ഫുഡ് കഴിക്കാം നമുക്ക്. പക്ഷെ നമ്മൾ ഗൈഡ് ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് പകുതിയായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കരുതിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നൊന്ന് കഴിക്കുക എന്നതാണ് ഉദ്ദേശം. അതും ഒരു പ്രത്യേക ഫീലാണല്ലോ. ഈ കാണുന്നതൊരു വലിയ പ്രെയർ വീലാണ്. ഇതൊക്കെ കറക്കി വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികളെല്ലാം പോകുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. കാരണം കാലൊക്കെ ചെറിയ വേദനയായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും കുറച്ച് സമയം ആ പ്രെയർ വീലിൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കുക ഉണ്ടായത്. ഇത് വളരെയധികം സമാധാനമുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എത്രത്തോളം കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര രസമാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഞങ്ങളുടെ കൂടെ ഈ പട്ടിസാറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്ന് നീങ്ങി. ശരിക്കും ഞങ്ങളുടെ പ്ലാൻ പ്രകാരം ഇന്നലെയാണ് ഞങ്ങളിവിടെ എത്തേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നലത്തെ കാലാവസ്ഥ അത്രയ്ക്ക് അനുകൂലമായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഞങ്ങളുടെ ഗൈഡ് ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് മാറ്റിയിട്ട് ഞങ്ങൾ ഇന്നത്തേക്കാക്കിയത്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് ഞങ്ങൾക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇവിടെ ഇരുന്ന്. ഒപ്പം തന്നെ ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇതെടുക്കണം എന്നുള്ള കാര്യത്തിലും നമ്മൾ വളരെയധികം പെർട്ടിക്കുലർ ആയിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ചും നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ചും അവർ പ്രത്യേകം തന്നെ പൊതിഞ്ഞ് തന്നിരുന്നു. ഒപ്പം പഴവും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം വിശന്നു. ഇപ്പോൾ വളരെ സന്തോഷമായി ഫുഡ് കിട്ടിയപ്പോൾ. പിന്നെ ഞങ്ങൾക്ക് പുഴുങ്ങിയ മുട്ടയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് പിന്നെ യാത്ര തുടങ്ങാനുള്ള ഉത്സാഹത്തിലായിരുന്നു. ഈ നിരഞ്ജനാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വഴികളിൽ കൂടെ പോയിട്ട് അവൻ്റെ കരുത്ത് തെളിയിക്കുന്നതിലാണ് കൂടുതൽ സന്തോഷം എന്ന് തോന്നും നമുക്ക്. ഒട്ടും പോയിക്കൂടാത്ത സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മളുടെ ഗൈഡ് ചേട്ടൻ കർശനമായിട്ട് പറയും ഇതിലൂടെ പോവരുത് എന്നുള്ളത്. അല്ലാത്തപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ. നമുക്ക് ഈ കുട്ടിക്കാലത്ത് ശബരിമലയ്ക്കൊക്കെ പോയ ഒരു യാത്രയോട് സാദൃശ്യം തോന്നും ഏകദേശം നമ്മൾ ഈ വഴികളിൽ കൂടിയൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇവിടെയൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നല്ല അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും. പ്ലാസ്റ്റിക്കോ വേസ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ. അതുമാത്രമല്ല ഈ പ്രകൃതിയുടെ തനതായിട്ടുള്ള രീതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് അവർ സ്റ്റെപ്പുകൾ വരെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കയറി ഇപ്പോൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 3128 മീറ്റർ ഉയരെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇനിയും ഒരുപാട് പോവാനുണ്ട്.
സമയം വൈകുന്തോറും നല്ല വെയിലായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ വെയിലൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും നടന്ന് നീങ്ങി. കുറച്ചൊക്കെ തിരക്കും വന്ന് തുടങ്ങി വഴിയിൽ. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞു ധ്യാനിന് കുറച്ച് കാല് വേദനയൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ അവനെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഈ പ്രകൃതി നമ്മൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് അത്രയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നടന്നാലും ഒരു ക്ഷീണം തോന്നുകയോ ഒന്നും തോന്നില്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നീങ്ങാനേ നമുക്ക് തോന്നുള്ളൂ. നമ്മൾ നടന്ന് നീങ്ങുന്നതിനനുസരിച്ച് വഴിയിൽ ഓരോരുത്തരെ കാണാനൊക്കെ തുടങ്ങി. എല്ലാവർക്കും ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ മനോഹരമായിട്ടുള്ള സ്ഥലം കാണുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണിൻ്റെ നേരെയായിട്ടാണ് ഞങ്ങൾക്ക് ടൈഗേഴ്സ് നെസ്റ്റ് കാണാൻ കഴിഞ്ഞത്. അതായത് ഇനിയും ഉയരത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതില്ല, ഇനി ഇവിടെ നിന്ന് താഴത്തേക്കാണ് നമുക്ക് പോവേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗൈഡ്. അപ്പം അതും ടെൻഷനായി. വളരെ നാരോ ആയിട്ടുള്ള വഴികളാണ്, കുറച്ച് പേടി തോന്നും. പിന്നെ ധ്യാനും കുറച്ച് ക്ഷീണമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഇനി താഴത്തേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന വഴികളൊക്കെ നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും എന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് പേടി തോന്നും. കാരണം രണ്ട് വശത്തും വലിയ കൊക്കകളാണ്, അതിൻ്റെ ഇടയിലാണ് ഒരു ചെറിയ വഴിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റൊക്കെ പേടിയുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഭയം തോന്നും ഈ വഴിയിൽ കൂടിയൊക്കെ പോവാനായിട്ട്. പിന്നെ ഇതൊരു ടീം വർക്ക് ആണല്ലോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ട് എന്ന് തോന്നുമ്പോഴുള്ള ഒരു ശക്തി കാരണം നമ്മളുടെ ഭയമൊക്കെ നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കും. പിന്നെ ഇത്രയും വലിയൊരു ദൗത്യം മുന്നോട്ട് നയിക്കാനുള്ള ഒരു കരുത്താണ് പിന്നെ നമുക്ക് തോന്നുക. അങ്ങനെ ഞങ്ങൾ ആ ഇടുങ്ങിയ വഴികളിൽ കൂടെ താഴത്തേക്ക് നീങ്ങി. ഇനി തിരിച്ചു വരുമ്പോൾ ഈ പോയ വഴികളെല്ലാം കയറണ്ടേ എന്നുള്ള ഒരു ടെൻഷനും ആ നിമിഷത്തിൽ നമുക്ക് തോന്നി. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന പാരോയിലെ ടൈഗേഴ്സ് നെസ്റ്റ് ഉണ്ടല്ലോ, ഇത് 1692 നിർമ്മിക്കപ്പെട്ടത്. ഇത് 2 തവണ തീപിടുത്തത്തിന് ഇരയായിട്ട് നശിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1998 അതൊരു വലിയ തീപിടുത്തമായിരുന്നു. ഇത് തകർന്നു പോയി എന്നുണ്ടെങ്കിലും പിന്നീട് പഴയ ഭംഗിയോടുകൂടി തന്നെ പുനർനിർമ്മിക്കപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങളിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് എത്തും തോറും ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇതും വളരെ ഭംഗിയുള്ള ഒരു സംഭവമാണ്. ഈ പാറക്കെട്ടിനിടയിലൂടെ വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് തോന്നുക. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായി. നമ്മൾ ഇതിനൊരു ഹൈക്കിംഗ് മോഡിലാണ് വന്നത് എങ്കിലും നമ്മൾ എത്തിപ്പെടുന്നത് ഒരു ടെമ്പിളിലാണ്. അവിടെ സ്പിരിച്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിച്വൽസും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ ടെമ്പിളിനകത്ത് എത്തിയിട്ട് ആദ്യം തന്നെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കയറുകയാണ് ഉണ്ടായത്. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ചെരുപ്പും ബാഗും അതുപോലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്ത് വച്ചിരുന്നു. ബാഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മേലേക്ക് എത്തിയപ്പോൾ ടൈം ഏകദേശം 9:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6:30 ശരിക്കും 6:22 നമ്മൾ യാത്ര ആരംഭിച്ചത്. പിന്നീട് നമ്മൾ എത്തിപ്പെട്ടത് 9:20 ചേർന്നിട്ടാണ് നമ്മൾ എത്തിപ്പെട്ടത്. ഏകദേശം 3 മണിക്കൂർ നേരത്തെ നമ്മളുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത്. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് പകർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞല്ലോ. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ടത് വളരെയധികം പ്രത്യേകത തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലൊന്നും കണ്ട് പരിചയമില്ലാത്ത മന്ത്രങ്ങളും പൂജാരീതികളും ഒക്കെയാണ്. അന്ന് ചന്ദ്രൻ്റെ സ്ഥാനം ഒരു പ്രത്യേക രീതിയിലായിരുന്നതുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പൂജകൾ തന്നെയാണോ അതിനെ പറയാൻ നമുക്ക് അറിയില്ല. എന്നാലും ഞങ്ങൾക്ക് അവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു റിച്വൽസിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടുത്തെ മോങ്സും അതുപോലെ തന്നെ പ്രധാനികളായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് അവിടുത്തെ മന്ത്രോച്ചാരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഞങ്ങൾ ഏകദേശം 1/2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ
റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു അരമണിക്കൂർ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യോധ സിനിമയാണ് ഓർമ്മ വരിക. അതിൽ കണ്ട കുറേ രംഗങ്ങളൊക്കെ അതിനോടാണ് നമുക്ക് ഉപമിക്കാൻ തോന്നുക, അവിടുത്തെ നടക്കുന്ന സംഭവങ്ങളെയെല്ലാം. അവരുടെ മന്ത്രോച്ചാരണത്തിനോടൊപ്പം പ്രത്യേക രീതിയിലുള്ള വാദ്യങ്ങളുടെ ഉപയോഗങ്ങളും ഉണ്ടായിരുന്നു. ഏകദേശം 8-9 ടെമ്പിൾസാണ് അവിടെ ഉണ്ടായത്. അതിൽ 8 ടെമ്പിൾസ് മാത്രമാണ് നമുക്ക് കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും സാധിച്ചിട്ടുള്ളത്. ചില ടെമ്പിൾസിലൊക്കെ ഉള്ള അവിടുത്തെ ആരാധനാ ദൈവങ്ങൾക്ക് ഇന്ത്യയിലത്തെ പല രൂപങ്ങളുമായിട്ടും സാദൃശ്യവും നമുക്ക് തോന്നിയിരുന്നു. ഈ ഓരോ ടെമ്പിളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ടെമ്പിളിൽ നമുക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. വേറൊരു ടെമ്പിളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ കുറേ അധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ തിരിച്ചിറങ്ങി ഞങ്ങൾ. അപ്പോൾ കാണുന്ന ഈ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. കൂടുതൽ കുതിരകൾ അവിടുത്തെ മോങ്സിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഈ വെയിറ്റുള്ള വുഡൻ പ്ലാങ്ക്സും കൂടെ ഉണ്ടായിരുന്നു. അവരത് കൊണ്ടുപോകുന്ന രീതി കണ്ടപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വെയിറ്റ് ലിഫ്റ്റർക്ക് അതൊന്ന് ഉയർത്തിയാൽ കൊള്ളാമെന്നുണ്ടായി. അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വെയിറ്റ് ലിഫ്റ്റർ അതൊന്ന് പൊക്കി നോക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 50 കിലോയിൽ കൂടുതൽ ഭാരം വരുന്ന ഈ സാധനമാണ് അവർ ഇത്രയധികം കിലോമീറ്റർ ഉയരത്തിലേക്ക് നടന്നു കൊണ്ടുപോകുന്നത്. വളരെ ഹെവിയാണിത്, അത്ര എളുപ്പമല്ല ഇത് കൈകാര്യം ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ വെയിറ്റ് ലിഫ്റ്റർ ഇത് ഉയർത്തുന്നത് കണ്ട് അവർ അസ്യൂം ചെയ്തു നമ്മൾ ആർമിയിൽ നിന്നായിരിക്കണം, അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും സ്ട്രെങ്ത് എന്നുള്ളത്. ഗൈഡിനാണെങ്കിൽ ആകെ ടെൻഷനായി. ഇനിയും ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതൊക്കെ വേണോ എന്ന രീതിയിലാണ് ഗൈഡ് നമ്മളോട് ചോദിച്ചത്. കരുത്ത് തെളിയിക്കാനുള്ള ഒരവസരവും നമ്മൾ പാഴാക്കാറില്ല. ഇനി ഇറക്കത്തിലേക്കാണ്. കയറിയപ്പോൾ തോന്നിയത് ഇറക്കം വളരെയധികം ഈസി ആകും എന്നുള്ളതാണ്. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് ചെറിയ കാലുവേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ടത്. ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഈ ടൈഗേഴ്സ് നെസ്റ്റ് എന്നുള്ള സ്ഥലവും ഇവിടേക്ക് ഹൈക്കിങ്ങിനായിട്ട് വരുന്നതും. അതിനിടയിൽ ഒരുപാട് മലയാളികളെയും ഞങ്ങൾ കണ്ടു. മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള മലയാളി സംഘത്തിൽപ്പെട്ട രാജൻ ചേട്ടനെയും ബാബു ചേട്ടനെയും ഷാരി ചേച്ചിയൊക്കെ ഞങ്ങൾ കണ്ടു. എല്ലാവരും 60 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു. അവർ മെല്ലെ മെല്ലെ ഇത് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മലയാളികളെ കണ്ടു. ഈ ആദ്യം പോയ ചേട്ടന്മാരെല്ലാം രണ്ടാമത് വരുന്നവരോട് അവർ കയറിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കണേ എന്നുകൂടെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഈ റിട്ടയർമെൻറ്റ് ലൈഫിലും അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടല്ലോ, അത് നമുക്ക് അടിപൊളിയായിട്ട് തോന്നി. മലയാളികൾ പിന്നെ എവിടെ ചെന്നാലും പൊളിയാണല്ലോ. ഞങ്ങൾ ഇറങ്ങുന്നതിനിടയിൽ മേലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുള്ള ബാബു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടന് 60 വയസ്സിന് മേലെ പ്രായമുണ്ട്, ഹാർട്ട് സർജറിയും കഴിഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യേകം പറയാൻ പറഞ്ഞു, താഴെ എത്തുമ്പോൾ അവരോട് പറയണം ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, ടൂർ കോർഡിനേറ്റർ. അദ്ദേഹം പ്രത്യേകം തിരക്കി ഇന്നൊരാളെ കണ്ടിരുന്നോ എന്നുള്ളത്. പിന്നെ എല്ലാവരും ധ്യാനിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഇത്രയും ചെറിയൊരു കുട്ടി ഇത്ര സമയം കൊണ്ട് ഇത് ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് എല്ലാവർക്കും വളരെ അത്ഭുതമായിട്ട് തോന്നി. അപ്രീസിയേഷൻ കൂടെ കിട്ടിയതോടുകൂടി ധ്യാൻ പിന്നെ ഫുൾ സ്വിങ്ങിലായി. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ നടന്നിട്ട് നമ്മൾ എത്തിയത് അവിടെയുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് അവിടെയുണ്ട്, അവിടേക്കാണ് ഞങ്ങൾ എത്തിയത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം താഴേക്ക് പോകാമെന്നാണ്. ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം 11:45-12 മണി ആ സമയമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ലഞ്ച് കഴിക്കാമായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് നടന്ന് നമുക്ക് താഴെ എത്തിയിട്ട് പാരോ ടൗണിൽ എവിടെയെങ്കിലും പോയിട്ട് ലഞ്ച് കഴിക്കുന്നതല്ലേ നല്ലത് എന്നുള്ളത്. ഇവിടെ പലയിടങ്ങളിലും നല്ല നല്ല ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. എല്ലാവരും ഇവിടെ ഓടി നടന്ന് ഫോട്ടോസ് എടുക്കുകയായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിലുള്ള ഓരോ സാധനങ്ങളുടെയും വില കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ബോധം പോവും. അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. താഴത്തേക്ക് ഞങ്ങൾ ഓടി ഓടി നടക്കുകയായിരുന്നു. പിന്നെ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീഡിയോസ്
ഒന്നും തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് തോന്നുന്നില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ. പിന്നെ ഇതെല്ലാം ഒരു ഓർമ്മയും കൂടിയല്ലേ. ഞങ്ങളുടെ ഈ ഹൈക്കിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സിനെയും കൂടെ കണ്ടിരുന്നു. അവർ BMW ബൈക്ക് റൈഡേഴ്സാണ്. ഭൂട്ടാനിൽ വരുന്നവർ എന്തായാലും ഈ ഹൈക്കിംഗ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് സമ്മാനിക്കുന്നത് മനോഹരമായ ഓർമ്മകളാണ്. യാത്രകൾ തുടരും.